ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ പോകുന്നത്. ഇത് വികൃതിരാമൻ എന്ന് പറയുന്ന പുസ്തകമാണ്. പി നരേന്ദ്രനാഥാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നന്നേ ചെറുപ്പത്തിൽ മനക്കിലെത്തിയ വികൃതിക്കാരനായ കുരങ്ങൻ എങ്ങനെയാണ് മനക്കിലെ കാരണവന് തുല്യമായത് എന്നാണ് ഈ പുസ്തകം പറയുന്നത്. തോട്ടത്തിൽ നിന്നു കിട്ടിയ കുട്ടിക്കുരങ്ങനുമായി അച്ഛൻ നമ്പൂതിരി മനക്കൽ എത്തുകയും തൻ്റെ മക്കളായ നീലാണ്ടനും വാസുദേവനുമൊപ്പം വളർത്തുകയും ചെയ്തു. കുട്ടിക്കുരങ്ങന് രാമൻ എന്ന് പേരിടുകയും അവൻ്റെ വികൃതി കാരണം വികൃതിരാമനായി തീരുകയുമാണ് ഉണ്ടായത്. അവൻ്റെ വികൃതി കാരണം ഒരിക്കൽ അവനെ വിറ്റുവെങ്കിലും അവൻ പിന്നെയും മനക്കലെത്തി. കാട്ടിൽ അകപ്പെട്ട ഇല്ലത്തെ കുട്ടികളെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയും അങ്ങനെ ഇല്ലത്തെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറുകയും ചെയ്ത വികൃതിരാമന് ഒരു ഹീറോ പരിവേഷമാണ് കഥാകൃത്ത് നൽകിയിരിക്കുന്നത്. ഇല്ലത്തെ സമ്പാദ്യങ്ങൾ കട്ടുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന കാര്യസ്ഥൻ ഗോവിന്ദനെ അച്ഛൻ നമ്പൂതിരിക്ക് വികൃതിരാമൻ കാണിച്ചു കൊടുക്കുന്നു. അതിൻ്റെ ഫലമായി അവൻ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇരട്ടി ശക്തിയോടെ വീരനായകനായി തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നമ്മെ ദുഃഖിപ്പിക്കുന്ന ക്ലൈമാക്സ് ആണ് എഴുത്തുകാരൻ ഒരുക്കിയിരിക്കുന്നെങ്കിലും ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും സമഭാവനയോടെ നോക്കിക്കാണാൻ കുഞ്ഞു വായനക്കാരുടെ ഉള്ളിൽ ചില തരിമ്പുകൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിച്ചു നോക്കണം. ഇത് ഒരു ചെറിയ പുസ്തകമാണ്, പിന്നെ നല്ലൊരു പുസ്തകം കൂടിയാണ്. പിന്നെ ഈ പുസ്തകത്തിന്റെ ക്ലൈമാക്സിൽ അച്ഛൻ നമ്പൂതിരി വികൃതിരാമന്റെ അടുത്ത് പറയാണ്, രാമൻ നീ പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും കൂടി വികൃതിരാമൻ കഴിക്കാണ്ട് അച്ഛന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോ വികൃതിരാമൻ അല്ല, ശരിക്കും ഒരു നല്ല രാമനാണ്. അപ്പൊ അങ്ങനെയാണ് ഈ പുസ്തകത്തില് പി നരേന്ദ്രനാഥ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.